700 രൂപ വരെയാണ് സാലറി സ്കെയിൽ ആയിട്ട് പറയുന്നത്. ഇതിൽ നമുക്ക് എക്സാം സിലബസ് ആണ് കാണുന്നത്. ഈ സുവോളജി ഒക്കെ വരുന്നുണ്ട് അല്ലെ, അപ്പൊ അതിലെല്ലാം തന്നെ നമുക്ക് ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് ആ വീഡിയോസ് കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്കത് വ്യക്തമായിട്ട് ഏത് ഏരിയ ചോദിച്ചിട്ടുള്ളത്, കൂടുതൽ ഫോക്കസ് ആയിട്ടുള്ള ഏത് ഏരിയ ഏതാണ്. അപ്പൊ നമ്മൾ മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഡെയിലി ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി ടെസ്റ്റ് ഉണ്ട്, പിന്നെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, സർപ്രൈസിംഗ് കാര്യമാണ് ഫ്രീ റാങ്ക് 5. സോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ PSC എന്ന് പറയുന്ന നമ്മളൊരു സ്വപ്നാണല്ലേ, നമ്മളെ കരിയർ അത്രയും സേഫ് ആയിരിക്കും. റാങ്ക് ഡിസൈഡിങ് ഏരിയ അതും നമ്മൾ റാങ്ക് ബൂസ്റ്ററിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. അപ്പോൾ +2കാർക്ക് ഒരു സുവർണ അവസരമാണ്. എന്താന്ന് വെച്ചാൽ PSC ഉടനെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്യുന്നതാണ് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്. അപ്പോൾ അതിന്റെ സിലബസ്, ക്വാളിഫിക്കേഷൻ, സാലറി ഒക്കെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് വിളിക്കാൻ പോകുന്നത്. അതെ, കേരളത്തിലെ മെഡിക്കൽ കോളേജിലോട്ടുള്ള ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് നിയമനാണ് ഉടനെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ക്വാളിഫിക്കേഷൻ, അപ്പോൾ +2കാർക്ക് ഒരു സുവർണ അവസരമാണ് അല്ലെ. അപ്പൊ +2 ബയോളജി സയൻസ്, അതെ, അതാണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു വളരെ നല്ലൊരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ BHC MLT സ്റ്റുഡൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അതാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയാനുള്ളത്. ദെൻ ഏജ് ലിമിറ്റ് അല്ലെ, ഏജ് ലിമിറ്റ് പറയുന്നത് 18നും 36നും ഇടയിലാണ്. അതുപോലെ തന്നെ OBC-കാർക്ക് 3 വർഷവും അതുപോലെ SC/ST-കാർക്ക് 5 വർഷവും റിലാക്സേഷൻ ഉള്ളതാണ്. നെക്സ്റ്റ് സാലറി സ്കെയിൽ നമുക്ക് അടുത്ത് നോക്കാം. 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് സാലറി സ്കെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ അത് വളരെ നല്ലൊരു സാലറി റേഞ്ച് ആണ്. ഇതിൽ നമുക്ക് എക്സാം സിലബസ് ആണ് കാണുന്നത്. സോ സബ്ജക്ട് പറയുന്നത് MLT, ഓക്കെ, പാർട്ട് 1 MLT 50 മാർക്സ് ആണ്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും പാർട്ട് 2 പാർട്ട് 3 ആയി വരുന്നതാണ്. 15 ഈച്ച് ആണ് മാർക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും. പിന്നെ പാർട്ട് 4 ബോട്ടണി, പാർട്ട് 5 സുവോളജി 10 ഈച്ച്, ഓക്കെ, 10 മാർക്ക് സുവോളജിയും 10 മാർക്ക് ബോട്ടണിയും. പിന്നെ ടോട്ടൽ മാർക്ക് വരുന്നത് എല്ലാം കൂടി 100 മാർക്സിലാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആണല്ലേ, GK കാര്യങ്ങളൊന്നുമില്ല. നമ്മള് നോർമൽ ജനറൽ PSC എഴുതുന്നതിന്റെ നമ്മൾ ഒരു ആ ഒരു എഫേർട്ടിന്റെ ഒരു 10 മതി നമുക്ക് ഈ എക്സാം ഒന്ന് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ നോർമലി നമ്മള് +2 പഠിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ തന്നെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളൂ, സബ്ജക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോ എല്ലാവർക്കും വളരെ നല്ലൊരു അവസരമാണ്. അപ്പോ ഈ അവസരം ആരും മിസ്സാക്കരുത്. ഓക്കെ, പിന്നെ MLT 50, ഓക്കെ, ഹാഫ് മാർക്ക് MLT. ഇത് ജസ്റ്റ് നമ്മൾ സബ്ജക്ട് മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി വീണ്ടും അപ്ലോഡ് ചെയ്യും. എജൂസ് അക്കാദമിയുടെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെയാണ് വരിക, സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് വരിക, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ എജൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഓഫേഴ്സ് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്, ഓക്കെ, നമ്മളെ ക്ലാസ് കൊടുക്കുന്ന ഡീറ്റെയിൽ, അതായത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആക്കിയിട്ട്, അല്ലെ, പക്ക ക്ലിയർ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ എന്നെല്ലാം പറയുന്ന പോലെ അത്രയും ക്ലിയർ ആക്കിയിട്ട് നമ്മളിവിടെ ക്ലാസ്സസ് എടുക്കുന്നത്. സിലബസ് വൈസ് തന്നെ നമ്മൾ ടോപ്പിക് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ PPT അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ്, ആ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാകും, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ടെസ്റ്റ് പേപ്പർ ഡിസ്കഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഉണ്ടാവും. അതെ, നമ്മളെ എജൂസ് അക്കാദമിയുടെ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പിക് ഇനി വേറെ പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സസ് കേട്ടാൽ. ഓക്കെ, സോ അത്രയും എന്താണ് ക്ലിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ആനിമേറ്റഡ് ക്ലാസ്സസ്, ഓക്കെ, നമ്മൾ കൂടുതൽ നമ്മൾ ഈ എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ നല്ലത് ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. സബ്ജക്ട് ഉണ്ട്, ബോട്ടണി, സുവോളജി ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലെല്ലാം തന്നെ നമുക്ക് ആനിമേറ്റഡ് ആയിട്ട് വീഡിയോസ് കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്കത് വ്യക്തമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാവും. സോ അങ്ങനെ ആനിമേറ്റഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എജൂസ് അക്കാഡമി. പിന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, ഓക്കെ, ലൈവ് നമ്മളിപ്പം എപ്പോഴും നമുക്ക് ലൈവ് അറ്റൻഡ് ചെയ്യണം എന്ന് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താക്കും, ഈ ലൈവ് ക്ലാസ്സസ് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ആപ്പിലേക്ക്
അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ലൈവിന്റെ ടൈമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ അതിന്റെ റെക്കോർഡ് ക്ലാസ് നമ്മുടെ ആപ്പിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റാങ്ക് ബൂസ്റ്റർ ആണ്. റാങ്ക് ബൂസ്റ്റർ നമ്മുടെ റാങ്ക് നമുക്ക് എന്തായാലും നമുക്ക് റാങ്ക് കിട്ടുന്ന രീതിക്കുള്ള ഒരു മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെല്ലാം നമ്മൾ PSC, അതുപോലെ എയിംസ്, അതുപോലെ വേറെ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ കുറെ ഡിവിഷൻസ് ഉണ്ട്. അതെ, അതുപോലെ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ വീഡിയോ കൂടെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കും ഡിസ്കസ് ചെയ്ത വീഡിയോ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വെറും ക്വസ്റ്റ്യൻസ് അല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു 20 അല്ലെ 20 വർഷം പഴക്കമുള്ള നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അതുപോലെ തന്നെ നമ്മൾ റാങ്ക് ഡിസൈഡിങ് ഏരിയ അതും നമ്മൾ റാങ്ക് ബൂസ്റ്ററിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയ ചോദിച്ചിട്ടുള്ളത്, കൂടുതൽ ഫോക്കസ് ആയിട്ടുള്ള ഏരിയ ഏതാണ്. അല്ലെ, ആ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മളൊരു ചെറിയ ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെയിലി ടെസ്റ്റ്, പീരിയോഡിക് റിവിഷൻ അല്ലെ. പീരിയോഡിക് റിവിഷൻ നമുക്ക് വെറുതെ പഠിച്ചു പോയാൽ ശരിയാവില്ല അല്ലെ. നമ്മൾ എന്തായാലും മറന്നു പോകും, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോവാൻ ചാൻസ് ഉണ്ട്. സോ പീരിയോഡിക് ആയിട്ടുള്ള ഒരു റിവിഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങൾ മൈൻഡിൽ ഒന്ന് നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഡെയിലി ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി ടെസ്റ്റ് ഉണ്ട്, പിന്നെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, ഇതൊക്കെ ഉണ്ട് നമ്മളെ എജൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, പിന്നെ പീരിയോഡിക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മൾ ഓരോ ടോപ്പിക് ഇപ്പൊ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ആ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. കാരണം നമ്മൾ PSC ആണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ജസ്റ്റ് നമ്മൾ തിയറി മാത്രം പഠിച്ചാൽ പോരാ, നമ്മളൊരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു 100 ക്വസ്റ്റ്യൻ കവർ ചെയ്യണം. അപ്പൊ നമ്മൾ മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്പീഡ് നമ്മൾക്ക് എത്തിച്ചേരണം. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് മെന്റർ സപ്പോർട്ട് ആണ്. അപ്പൊ ഏത് സമയത്തും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അപ്പൊ തന്നെ മെന്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മടിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ. നമ്മൾ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണേലും നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളെ ഓഫർ ചെയ്യുന്ന. പിന്നെ വേറൊരു കാര്യം കൂടി, സർപ്രൈസിങ് കാര്യമാണ് ഫ്രീ റാങ്ക് ഫയൽ. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ റാങ്ക് ഫയൽ കിട്ടുന്നതായിരിക്കും. നമ്മളെ സബ്ജക്ട് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, MLT, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ കണ്ടു. അപ്പൊ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ റാങ്ക് ഫയൽ, നമ്മുടെ സബ്ജക്ട്, നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിക്കുള്ള റാങ്ക് ഫയൽ ആണ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്ട്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള MCQs ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒക്കെ അടങ്ങിയതാണ് നമ്മളെ ഈ റാങ്ക് ഫയൽ. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണ്. ഈ അവസരം ആരും കൈവിട്ട് കളയരുത്. അതെ, ഫ്രീ റാങ്ക് ഫയൽസ് ആണ്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് അത് റാങ്ക് മേടിക്കാൻ തന്നെ പാകത്തിന് തയ്യാറാക്കിയതാണ്. അപ്പൊ അതാരും കൈവിട്ട് കളയരുത്. ഓക്കെ, ഓക്കെ, സോ ഇതൊക്കെ എവിടെ കിട്ടും? ഇതൊക്കെ നമ്മളെ എജൂസ് അക്കാഡമിയിലാണ് കിട്ടുന്നത്. ആദ്യ റാങ്ക് ഉറപ്പാക്കാം നമുക്ക് എജൂസ് അക്കാഡമിയിൽ ചേരാം. ഓക്കെ, സോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കോണ്ടാക്ട് ഈ നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ആദ്യം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൾ ചെയ്യാം. ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ തുടങ്ങുന്നതാണ്. സോ ആരും മടിച്ചു നിൽക്കാൻ പാടില്ല. നമ്മളെ PSC എന്ന് പറയുന്ന നമ്മളൊരു സ്വപ്നാണല്ലേ. നമ്മളെ കരിയർ അത്രയും സേഫ് ആയിരിക്കും PSC നമ്മൾ എഴുതി പാസ്സാക്കിയാൽ. കുറച്ച് ചെറിയ കഷ്ടപ്പാട് എന്തായാലും എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എജൂസ് അക്കാദമി നിങ്ങളെ കൂടെ തന്നെയുണ്ട്. അപ്പൊ എല്ലാരും ജോയിൻ ചെയ്യാം. താങ്ക് യു.